ഇവരുടെ ഇതിലും വലിയ സ്റ്റാർ സ്ട്രൈക്കർമാരൊക്കെ കളത്തിലുണ്ടായിട്ട് ഒരുപാട് തവണ പിറകെ നടന്നു. കെ ടി ജലീലിനോട് മത്സരിക്കുമോ, അല്ല ഈ കെ ടി ജലീലിനോടൊന്ന് മത്സരിക്കുമോ, അബ്ദുറഹ്മാനോടൊന്ന് മത്സരിക്കുമോ, അങ്ങനെയുള്ള ഒരുപാട് ആളുകളും പിറകെ നടന്നു. ഇവിടെയുള്ള വി പി സാനുവിനെ പോലെ, ഫൈസലിനെ പോലെ മലപ്പുറത്തൊന്ന് ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിൽ തിരികെ വന്ന ഒരുപാട് ആളുകളിവിടെ ഉണ്ട്. അവരൊന്നും തന്നെ ഈ വഴിക്ക് കടന്നു വരാതെ ഇരുന്ന സമയത്താണ് ഇപ്പോൾ സി പി എമ്മിന് ഒരു സ്ഥാനാർത്ഥി കിട്ടിയിട്ടുള്ളത്. ആ സ്ഥാനാർത്ഥിയുടെ അവസ്ഥ എന്താകും, എത്ര ലക്ഷത്തിനാണ് പരാജയം ഉണ്ടാകുക എന്നുള്ളത് ഇവിടെ കാണാനിരിക്കുന്നേ ഉള്ളൂ. ഇവിടെ 19 സീറ്റും LDF നേടിയപ്പോഴും പൊന്നാനി ഇവിടെ UDF-നോട് ഉറച്ചു നിന്നിട്ടുള്ള സീറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ പൊന്നാനിയിൽ അതിശക്തമായ ഒരു UDF തരംഗം തന്നെയാണുള്ളത്. മലപ്പുറം മണ്ഡലം എടുത്തു കഴിഞ്ഞാൽ അഷ്റഫ് അലി, അവിടുത്തെ 7 നിയമസഭാ സെഗ്മെന്റുകളും UDF-ന്റേതാണ്. നിങ്ങൾക്ക് ആ നിലയ്ക്കുള്ള അപ്രമത്തമുണ്ട്. പക്ഷേ നമ്മൾ പൊന്നാനി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെക്കാൾ കൂടുതൽ LDF-ന് സീറ്റുകളുള്ള ഇടമാണെന്ന് മാത്രമല്ല, ഇതുപോലെയുള്ള ഇമ്പാക്ട് പ്ലേയേഴ്സിനെ ഇറക്കിയിട്ട് തവനൂര് ഒക്കെ പിടിച്ചിട്ടുള്ള മണ്ഡലമാണ് പൊന്നാനി. PV അൻവർ MLA അദ്ദേഹം വന്ന് ഇവിടെ പ്രസംഗിച്ചത്, ഞാൻ ഇവിടെ പരാജയപ്പെട്ടാൽ MLA സ്ഥാനം രാജിവെക്കുന്നതാണ്. 1,98,000 വോട്ടിനാണ് പരാജയപ്പെട്ടത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാറ്റും കോളും ഒക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടതാണ്. അബ്ദുസമദ് സമദാനിയെ പോലെ ഏറ്റവും മികച്ച ഒരു പ്രഭാഷകനും സാംസ്കാരിക നായകനും മലയാളത്തിൻ്റെ അഭിമാനവുമായ ഒരു സ്ഥാനാർത്ഥിയെ ഇവിടെ മുന്നിൽ വെക്കുന്നതോടുകൂടി ഈ മണ്ഡലത്തിൻ്റെ ഇപ്പോൾ ഭാഷാപിതാവിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഈ നാടിനോട് ചേർന്ന് നിൽക്കുന്ന, ഈ നാടിൻ്റെ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന, ഈ നാടിൻ്റെ വൈവിധ്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആധുനിക ഇന്ത്യ ഇന്ന് ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു ഉജ്ജ്വലനായ സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അതിശക്തമായിട്ടുള്ള ശുഭാപ്തി വിശ്വാസമാണുള്ളത്. വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും.